തപസ്സുകാലത്തെ ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി എന്നുള്ളതാണ്. മരുഭൂമിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മനുഷ്യരാരുമില്ലാത്ത ഇടമല്ല, മറിച്ച് ദൈവം മാത്രമുള്ളൊരിടത്തേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മളും ഇന്ന് ഈ മരുഭൂമി കണ്ടെത്തേണ്ടതുണ്ട്. വളരെ ലളിതമാണ്. മരുഭൂമിയുടെ ചൂടും ആ ശൂന്യതയും മണൽ കാറ്റുമൊന്നും ഓർമ്മിക്കേണ്ട, മറിച്ച് എന്താണ്, ഒരു ദൈവം മാത്രം ഉള്ളൊരിടത്തേക്ക്. അത് നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. ഈ പുറം ലോകങ്ങളൊക്കെ വിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടതൊക്കെ ഒന്ന് മറന്ന് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ദൈവം മാത്രമുള്ളൊരിടത്തേക്ക് ഒരാൾ മാറുക എന്നുള്ളതാണ്. ആ ഒരു സമാഗമത്തിൽ ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും ദൈവത്തിലേക്ക് മിഴിയൂന്നിയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. വളരെ ലളിതമാണ് ആ അത്ഭുതം. നമുക്ക് ചുറ്റും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു വിത്ത് മണ്ണിനടിയിൽ അങ്ങനെ നിശബ്ദമായി കിടന്നിട്ട് അത് മുള പൊട്ടുന്നു. അതൊരു മാമരമായി മാറിയിരിക്കുന്നു വർഷങ്ങൾ കൊണ്ട്. ഇതൊക്കെ നമുക്ക് ചുറ്റും കാണുന്നൊരു അത്ഭുതമാണ്. ഒരു പുഴു അങ്ങനെ മൗനമായിരുന്ന് ഒടുവിലൊരു ചിതൽപ്പുറ്റ് പൊട്ടി അതൊരു ചിത്രശലഭമായി പറക്കുന്നു. മണ്ണിലൂടെ ഇഴഞ്ഞുകൊണ്ടിരുന്ന ഒരു പുഴു ചിറകുകളിലൂടെ പല വർണ്ണങ്ങളിൽ പൂക്കൾക്ക് മീതെ പറക്കുന്നു. ഈയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. അതൊരൊറ്റ കാര്യത്തിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിലെ ദൈവത്തിലേക്ക് വിലയം പ്രാപിച്ച് ഇരിക്കുന്നു. അതാണ് ഒരുപക്ഷെ വിശുദ്ധ അഗസ്തീനൊക്കെ പറഞ്ഞത്, ഓ നിത്യ സനാതന സൗന്ദര്യം, എവിടെയെല്ലാം ഞാൻ നിന്നെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പക്ഷേ ഒടുവിൽ നീ എൻ്റെ ഉള്ളിലാണെന്ന് ഞാൻ അറിഞ്ഞു. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനേറെ ഫലം പുറപ്പെടുവിക്കും. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ഫലങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഫലങ്ങളല്ല. ദൈവം നമ്മളെ എങ്ങോട്ട് കൊണ്ടെത്തിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അഥവാ ദൈവം തന്നെ നമ്മളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉള്ളിലേക്ക് മടങ്ങുക. ഒരു ബൈബിൾ വചനമുണ്ട്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഉള്ളിലിരിക്കുന്ന ദൈവം പറയുന്നതായിട്ടുകൂടെ കേൾക്കുക. അത് നിശബ്ദമാവുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബി സ്റ്റിൽ, നിശ്ചലമാവുക. ഞാനൊന്ന് നിശ്ചലമാകുമ്പോൾ എൻ്റെ ഉള്ളിലെ ദൈവം ചലിച്ചു തുടങ്ങുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ എനിക്ക് മീതെ, എൻ്റെ നോട്ടങ്ങൾക്ക് മീതെ, എൻ്റെ വാക്കുകൾക്ക് മീതെ, ചിന്തകൾക്ക് മീതെ, എൻ്റെ ഇടപെടലുകൾക്കൊക്കെ മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കാൻ വെമ്പൽ കൊള്ളുന്നു. ഞാൻ നിശ്ചലമാകുമ്പോൾ ദൈവം ചലിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഉള്ളിലെ ദൈവത്തിലേക്ക് നോക്കി മിഴിപൂട്ടിയിരിക്കാം. ഞാൻ നിശ്ചലമാകാം, ദൈവം ചലിക്കട്ടെ. നന്ദി.